ഗുഡ് മോർണിംഗ്. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് അതുപോലെ ഒരു ട്രെയിനിങ്ങിനാണ് ഇറങ്ങുന്നത്. ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് പോവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു ട്രെയിനിങ്ങിനകത്തുള്ള ഒരു ഫീഡ്ബാക്ക് പറയുകയാണ്. കാരണം ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്ക് ഒരു 8 മണിക്കൂർ തരുന്ന ഒരു ട്രെയിനിങ് സെഷൻ, 8 മണിക്കൂർ തരുന്ന ഒരു ട്രെയിനിങ് സെഷനകത്ത് സത്യത്തിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ കുറേ ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റേനെ നമ്മൾ ഡാറ്റയിൽ നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്താണ് കമ്പനിക്ക് വേണ്ടതെന്ന് പഠിച്ചിട്ട് അതിനനുസരിച്ചൊരു നോളേജ് ഞാൻ ഗ്യാദർ ചെയ്യും. ആ നോളേജിനെ ഞാൻ അവർക്ക് അവിടെ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഈ ഡാറ്റ ഞാൻ ഡിഗ് ചെയ്തെടുക്കുന്നു, അതിനനുസരിച്ച് ഇൻഫോർമേഷൻ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആക്കുന്നു. ആ പവർ പോയിന്റ് പ്രസന്റേഷൻ വെച്ചിട്ട് അവരുടെ അറിവിലേക്ക് അത് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ട്രെയിനിങ് നടക്കുന്നത്. അപ്പോൾ ട്രെയിനിങ്ങിൽ ഒരു പരിധിവരെ സ്കിൽ എൻഹാൻസ്മെന്റ് ഓരോ ഇൻഡിവിജ്വലി ചെയ്യേണ്ടതാണ്. ഒരു നോളേജ് എൻഹാൻസ്മെന്റ് നടക്കുന്നുള്ളൂ. ഈ നോളേജ് എൻഹാൻസ്മെന്റിന് വേണ്ട ഒരു മനോഭാവത്തിനെ സൃഷ്ടിക്കലാണ് സത്യത്തിൽ നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം മോട്ടിവേഷനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേകത, ആ നോളേജ് ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനുള്ള എഫേർട്ട് നമ്മൾ എടുക്കും. ആ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണമെങ്കിൽ അവരുടെ 5 സെൻസിനെയും കണക്ട് ചെയ്യണം. ഈ 5 സെൻസിനെയും കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ടാവും. ഒരു ട്രെയിനർ എടുക്കേണ്ട കുറേ സ്ട്രാറ്റജീസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഇപ്പോൾ വളരെ കുറവാണ്. അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുമ്പോൾ ഇപ്പം അത് നേരത്തെ 8 സെക്കൻഡ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 4 സെക്കൻഡ് 5 സെക്കൻഡ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോ ഗ്യാപ്പിലും ഓരോ നിമിഷത്തിലും നമ്മൾ അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് ഫില്ലേഴ്സ് ആയിട്ടും പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. പല ഫണ്ണൊക്കെ ആഡ് ചെയ്യും, ഒന്ന് പ്രൊവോക്കി സംസാരിക്കും, ചെറുതായിട്ടൊന്ന് പ്രൊവോക്കേഷൻ കൊടുക്കും. അപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ ശ്രദ്ധ മുഴുവൻ നമ്മളിലേക്ക് കൊണ്ടുവരും. അത് ഇതിന് മുൻകൂറായിട്ട് ഞാൻ എടുക്കുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അതായത് ഞാൻ ക്ലാസ്സിന്റെ ഇൻട്രൊഡക്ഷനകത്ത് തന്നെ പറയും, ഞാനിവിടെ പറയുന്ന സംസാരത്തിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാക്കും. അതിനകത്ത് ചിലത് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായേക്കാം എന്ന് ഞാൻ പറയും. ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഇല്ലേ, ഒരു 8 hours ഫ്ലോ ഇല്ലേ, അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുന്നുണ്ടാകാം. ആ വരുന്ന കാര്യങ്ങളെ നിങ്ങൾ ഇഗ്നോർ ചെയ്തോളൂ. അതിപ്പോൾ എന്നോട് പറയാൻ നിൽക്കണ്ട. കാരണം ആ ഡിഫൻഡൻസി വരുമ്പോൾ, ഡിഫെൻഡ് ചെയ്ത് വരുമ്പോൾ, ഒരു ആർഗ്യുമെന്റിലേക്ക് വരുമ്പോൾ, ഇനി അങ്ങോട്ട് ഡിഫെൻഡ് ആകുന്ന ആർഗ്യുമെന്റിലേക്ക് വരുന്ന കാര്യങ്ങളെ പറയണ്ട എന്ന് ട്രെയിനർ തീരുമാനിക്കും. അതൊരിക്കലും പാർട്ടിസിപ്പൻസ് അങ്ങനെ എടുക്കാൻ പാടില്ല. കാര്യം എന്താ വെച്ചാൽ ഇവരെ കൊണ്ട് മുഴുവൻ പറയിപ്പിക്കുക. കാരണം ഇത് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് സംസാരിക്കുന്നത്. ഇന്ന് മുന്നിലിരിക്കുന്ന ആളുകളോ അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും. ഈ 2 പേഴ്സ്പെക്റ്റീവും എപ്പോഴും മെർജ് ആവണമെന്നില്ല, തെറ്റുകൾ ഉണ്ടാവും. 2 പേർക്കും അതിനകത്ത് ഒരാൾക്ക് യെസ് എന്ന് തോന്നും, മറ്റൊരാൾക്ക് നോ എന്ന് നോക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ട്രെയിനറെ ഒരു ഈവന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് നമുക്കറിയാം, ഒരു നേരത്തെ ഉണ്ടായ ഒരു സംഭവം, അത് തികച്ചും പാർട്ടിസിപ്പൻസിനെ വളരെ മോശമായിട്ട് അഡ്രസ് ചെയ്തു എന്നുള്ളതാണ്. അതൊരിക്കലും പാടില്ല. ഒരിക്കലും പാർട്ടിസിപ്പൻസിനെ ഹരാസ് ചെയ്യാനോ ഞാൻ ഡൊമൈൻ ചെയ്ത് സംസാരിക്കാൻ ഒരിക്കലും പാടില്ല. എൻ്റെ ഒക്കെ ഒരു മെത്തഡോളജി പ്രകാരം ഞാൻ ചെയ്യുന്നത്, അവരിലൊരാളായിട്ട് ഞാൻ മാറും. എന്നിട്ട് അവരുടെ ഒപ്പത്തേക്ക് ഞാൻ ഇറങ്ങി ചെല്ലും. എന്നിട്ട് അവരെ എൻ്റെ ഒപ്പം ഞാൻ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരും. ഇതാണ് ഞാൻ എടുക്കുന്ന സ്ട്രാറ്റജി. ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ JP സർ എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം ആകുമ്പോഴത്തേക്ക് അവർ എന്നെ JP എന്ന് വിളിക്കും എന്ന് പറയുന്നത് എൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ പറയാം. കാരണം ഞാൻ അവരെ JP സാർ എന്ന് വിളിച്ചിരുന്ന അവരെ എൻ്റെ ഒപ്പം എത്തി എന്ന് കാണിക്കുന്ന ഒരു JP എന്ന് വിളിക്കുന്നതിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കഴിവായിട്ട് എടുക്കുന്നത്, എൻ്റെ കഴിവുകേടായിട്ടല്ല. അവരെ ഞാൻ ലിഫ്റ്റ് ചെയ്ത് എൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആളുകൾക്കറിയാം. ഞാൻ അവരുടെ നോളജിലേക്ക് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അടുത്ത സ്ലൈഡിലേക്കോ അടുത്ത കാര്യത്തിലേക്കോ പോകുള്ളൂ. ഇവിടെ ഒരു പ്രശ്നം ഞാൻ പറയും. ഇപ്പോൾ റീസെന്റ്, അല്ലെങ്കിൽ ഈ കോവിഡ് കാലം കഴിഞ്ഞ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ പ്രത്യേകിച്ചും യൂത്തിന് ഉള്ള ഒരു പ്രത്യേകത, അവർ നേരത്തെ എല്ലാം കേട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കേട്ടിരിക്കുന്നതിന് പകരം ഒന്ന് സംസാരിക്കാം, എനിക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനെ ഞാൻ യോജിക്കുന്നില്ല, ഇത് താങ്കളുടെ പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണ്, ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ ഇപ്പം വരാൻ തുടങ്ങി. അതായത് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് തെറ്റായിട്ട് എടുക്കാനല്ല, ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്നും പറയാനല്ല. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സംഭവിക്കേണ്ടതാണെങ്കിൽ ഈ ട്രെയിനർ ആ സ്ലൈഡിലുള്ള കാര്യങ്ങൾ മാത്രമല്ല പറയുന്നുണ്ടാകുക. അവന്റെ ഇത്ര കാലത്തെ സത്യത്തിൽ ട്രെയിനർ അങ്ങോട്ട് ഇത്ര കാലത്തുള്ള എക്സ്പീരിയൻസിൽ കിട്ടിയിട്ടുള്ള നോളജിനാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആ എക്സ്പീരിയൻസ് അങ്ങനെ ഷെയർ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചാൽ അതൊരു പക്ക തിയറി ക്ലാസ് ആയിട്ടങ്ങ് മാറും. ആ ഒരു തിയറി ക്ലാസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഒരു ട്രെയിനറിന്റെ റിക്വയർമെന്റ് ഇല്ല. കാരണം ഈ തിയറിറ്റിക്കലായിട്ട് എല്ലാ ഇൻഫോർമേഷനും ഇപ്പം നമുക്ക് ഗൂഗിൾ വഴിയോ
എന്താ പറയുക, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അപ്പൊ ട്രെയിനർ എന്താണ് ചെയ്യുന്നത്? ട്രെയിനർ ഈ പറയുന്ന ഇൻഫോർമേഷൻ ഇവരിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവരൊരു ട്രാൻസ്ഫോർമേഷന് കൊണ്ടുവരികയാണ്. അപ്പൊ ട്രാൻസ്ഫോർമേഷന് ഞാൻ ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ ഇരുന്നിട്ട് അത്തരം ഒരു ആളുകൾക്ക് യാതൊരു ഗുണം ഉണ്ടാവില്ല. ഇത് ഞാൻ പറയാൻ കാരണം, എപ്പോഴും ട്രെയിനിങ്ങിന് ഇരിക്കുന്ന സമയത്ത്, ഒരു ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് വേണ്ടത് ഒരു സീറോയിലേക്ക്, അത് എൻ്റെ കയ്യിൽ കുറേ അറിവുണ്ട്, എന്നിൽ കുറേ നോളജ് ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് എൻ്റെ നോളേജിനെ ഒന്ന് സീറോ ആക്കി വെച്ചിട്ട് അൺലേൺ ചെയ്തിട്ട് എൻ്റെ നോളജിനെ അവിടെ എടുത്തു വെക്കാം, എന്നിട്ട് എന്നെ ടോട്ടലി സീറോ ആക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ട്രെയിനർ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ കേൾക്കുക. ട്രെയിനർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ആ കാര്യങ്ങളെ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങളുടെ നോളേജുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക, ഒന്ന് മെർജ് ചെയ്യുക. അങ്ങനെ മെർജ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കുറേ നല്ല ടൂൾസിന് അതിനകത്തുണ്ടാവും. ആ ടൂളിനെ എടുക്കുക. അപ്പം ട്രെയിനർ പറഞ്ഞതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ടൂൾസ് ഉണ്ടാവും, അതിനെ കളയുക. നിങ്ങളിലും ആവശ്യമില്ലാത്ത കുറച്ച് ടൂൾസ് ഉണ്ടാവും, അത് ട്രെയിനർ പറഞ്ഞിട്ടുണ്ടാകും, അതിനും എടുത്ത് കളയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഫ്രഷ് ആയിട്ട് ട്രാൻസ്ഫോർമേറ്റീവായ മാറ്റങ്ങൾക്ക് വിധേയമായ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ എടുക്കുമ്പോഴാണ് ട്രെയിനിങ് എപ്പോഴും പ്രൊഡക്റ്റീവ് ആകുന്നത്. പലപ്പോഴും ഇന്ന് ഭയങ്കര ചലഞ്ചാണ് ട്രെയിനിങ് എടുക്കാൻ. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്ന കോവിഡ് കാലഘട്ടത്തിന് ശേഷമാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഡൗട്ടുകൾ ഒബ്വിയസ്ലി ചോദിക്കണം, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. പക്ഷെ ഞാൻ പറയുന്നതിനോട്, താങ്കൾ പറയുന്നതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഡിഫെൻസീവായിട്ട്, വളരെ ഡിഫെൻസീവായിട്ടുള്ള മെസ്സേജസ് പറയുമ്പോൾ ഈ ട്രെയിനറിന് ഇനി ഇത്തരം കാര്യങ്ങൾ, ഈ കാര്യം ഒരിടത്ത് പറയണ്ട, ഇത് മുന്നോട്ട് പോയാൽ പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് ഇവനെ സംബന്ധിച്ച് ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതുകൊണ്ടും ഈ ട്രെയിനർ കുറെ കാര്യങ്ങളെ ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ പറയാതെ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള പല കാര്യങ്ങളും അതിൽ ഇല്ലാതെയായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു സീറോ, നമ്മൾ പറയില്ലേ, ഒരു നിറഞ്ഞ ക്ലാസ് പോലെ ഇരിക്കാതിരിക്കുന്നതായിരിക്കും ഈ പാർട്ടിസിപ്പൻസിന് നല്ലത്. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പേ ചെയ്തിട്ട് വരുന്ന അല്ലാത്ത ക്ലാസ്സുകളിലാണ്. നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പറയുന്നത് എന്തും വലിയ വാക്യങ്ങളായിട്ട് എടുക്കും. അതല്ല, വേറെ ഒരു ഓർഗനൈസേഷൻ ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ ഫീൽ ചെയ്യില്ല. ഇത് പലപ്പോഴും ട്രെയിനിങ് ഒരു ചലഞ്ചായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നോവേറ്റീവായ കാര്യങ്ങളെ പറയാതിരിക്കാനായിട്ട് ട്രെയിനർ ശ്രമിക്കും. കാരണം ഇന്നോവേറ്റീവായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് ഇൻപെർഫെക്ഷന് യോജിക്കാൻ കഴിയില്ല. ചിലപ്പം പറയുന്ന സമയത്ത് ഇൻപെർഫെക്ഷൻസ് ഉണ്ടാകും. അത് യോജിക്കാനായിട്ട് പാർട്ടിസിപ്പൻസിന് കഴിയില്ല എന്ന് വരുമ്പോൾ ആ ഇന്നോവേറ്റീവായ ആശയങ്ങളെ പറയാതെ വരുമ്പോൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളെ പറയും. ഈ പാർട്ടിസിപ്പൻസ് എല്ലാം തലകുലുക്കും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അവർക്ക് ഒന്നും പുതിയ കിട്ടിയില്ല, എല്ലാം ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ടുള്ള സമ്മപ്പിയും കൂടെ ചെയ്യും. ഇതിന് പകരം ട്രെയിനറെ മുഴുവൻ പറയിപ്പിക്കാനും, ട്രെയിനിങ് വിളിക്കുന്ന സമയത്ത് ട്രെയിനറെ മുഴുവൻ പറയിപ്പിക്കാനുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മൈൻഡ് ഡെവലപ്പ് ചെയ്യേണ്ടത് ട്രെയിനിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത സമയത്ത് തോന്നിയൊരു ഫീലിങ്ങോട് കൂടെ പറയാണ്. ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു.